വേഗം നടക്കടി. വീട്ടിൽ കയറിട്ടാലും കഴിക്കാല്ലോ. അകത്തുണ്ടായാലും ചോദിക്കും. അകത്തെല്ലാവർക്കും കൊതിയാ. ശരി, സമ്മതിച്ച്. ഡേയ്, അവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റാ, പേടിക്കണ്ട. ആ, അപ്പൊ കൂടെ നിന്നോണം. മറക്കല്ലോ. ഇടി കാര്യം സക്സസ് ആയ ഇവിടെ ചാക്ക് കണക്കിന് ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ കൊണ്ട് നിറക്കും. ഓക്കെ അല്ലേ? ഞാൻ കുളമാകത്തൊന്നുമില്ല. ആ ചിവിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. അവളും കൂടെ കൂടെ നിന്നേനെ. പക്ഷെ അവള് ഇതിന് പോയി കളഞ്ഞു, ട്യൂഷന് പോയി കളഞ്ഞു. ശരി, സമ്മതിച്ച് നീ ബാ. ചേട്ടൻ കുറച്ച് കഴിഞ്ഞ് പോണോ? കുറച്ച് നേരത്തിന് അത് ഉച്ചയ്ക്ക് നോക്കിക്കോളൂ. നീ കുരിപ്പിനെ കൊണ്ടാണ് അങ്ങോട്ട് പോയത് സെന്ററിലോട്ട്? ഓയേച്ചി എവിടെ കൊണ്ട് പോയി. അപ്പൊ അവൾക്ക് പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു മുട്ടായി മേടിച്ചെടുത്ത് കൊണ്ടുവന്നു. എവിടെ, കടയിലാ? അല്ലേ ചേച്ചി, ഇവിടെ സേവാകേന്ദ്രത്തില് ഭയങ്കര ആൾക്കാരായിരുന്നു. ആള് പറഞ്ഞു എല്ലാവർക്കും സത്യം പറഞ്ഞ ഉഷ ചേച്ചി കുറച്ചുകൂടെ റെഡിയായി കഴിഞ്ഞാ സംഗതി ഓക്കെ. എടാ, അവരെ കൊണ്ട് പറ്റില്ലെങ്കിൽ വീട്ടിലിരിക്കാൻ പറ. എന്നിട്ട് ആ ഇത് നോക്കിയിരുന്ന ഒരാളുണ്ടല്ലോ, എന്താണ് രതീഷേട്ടന്റെ. രതീഷേട്ടൻ നോക്കിക്കൊടുന്നപ്പോ സ്റ്റാഫ് ഉണ്ടായിരുന്നില്ലേ? ഓ, ആരെയാ ചേച്ചിയുടെ പേര്? നമ്മുടെ മറ്റേ മലയാളല്ലേ, മലമൂട്ടിലെ ഷൈനി ചേച്ചി. പുള്ളിക്കാരിയോട് ഒന്ന് നിക്കാൻ പറ. അതാകുമ്പോഴത്തേക്കും കാര്യങ്ങൾ എളുപ്പമായല്ലോ. ചേച്ചി സ്റ്റാഫിനേക്ക് നിർത്തണമെങ്കിൽ പെർ ഡേ മിനിമം 1300 രൂപ വെച്ചാലും വീഴണം. എന്നാലേ മാസം ഒരു 9000 രൂപ ശമ്പളമായിട്ട് എണ്ണി കൊടുക്കാൻ പറ്റും. ഇപ്പൊ എത്ര വീഴുന്നുണ്ട്? ഇപ്പൊ ഒരു 900 രൂപ, 1000 രൂപ, 1200 മാക്സിമം വീഴുന്നുണ്ടല്ലേ? അതിന് കുഴപ്പമില്ല. അതിനേക്ക് മാറി മാറി ഇങ്ങനെ കയറിക്കോളും. സത്യം പറഞ്ഞ ഈ ചെറുക്കനെ കൊണ്ട് മക്കളെ വന്നാ? ഓ, മക്കളെ ഒരാൾ വിളിച്ച് കേശവനെന്നോ നാരദനെന്നോ എന്താ പേര്, ലാസ്റ്റ് വിളിച്ച ആള് ലാസ്റ്റിലുണ്ട്. ആ നമ്പർ തന്നെ. ഹലോ, ഞാൻ കേശവാണ്. നേരത്തെ ഫോൺ എടുത്തതിൻ്റെ അച്ഛനാണ്. അല്ല, അച്ഛൻ്റെ പേര് താങ്കൾ അറിയേണ്ട കാര്യം എന്താണ് ഏട്ടാ? ഏട്ടാ കാര്യം പറ. ഓ, സർട്ടിഫിക്കറ്റാ? അത് താലൂക്കിൽ നിന്ന് നേരെ വില്ലേജിൽ വരും. അല്ല, പഞ്ചായത്ത് വരും. ഓ, താലൂക്കിൽ നിന്ന് പഞ്ചായത്ത് വരും. അല്ല, എപ്പോഴും എന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനല്ലല്ലോ ഏട്ടാ അവിടെ ഇരിക്കണേ. ശരി ഏട്ടാ. ഓക്കെ ചേട്ടാ, നമ്മുടെ സേവനകേന്ദ്രത്തിലോട്ട് വാ. അവിടെ വെച്ച് സംസാരിക്കാം. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. മക്കളെ, ഓ, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ഡീസന്റ് സംസാരിക്കണ്ടേ? നീ അങ്ങനെ അല്ലായിരുന്നല്ലേ? ഞാൻ ഡീസന്റ് ആയിട്ട് തന്നെ എപ്പോഴും സംസാരിക്കണത്. ഇപ്പൊ എങ്ങനെ സംസാരിക്കും? കുടുംബക്കാരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. എല്ലാം നമ്മൾ തന്നെ ഒറ്റയ്ക്ക് നോക്കണം. ഇവിടെ ആരുടെയും ഫോണിലോട്ട് കോള് വരാനും പാടില്ല. എന്നാ എനിക്ക് പുതിയൊരു ഫോൺ മേടിച്ചു തരാൻ പറ്റത്തില്ല. ഫോൺ മേടിച്ചു തരാനാ? ചേട്ടൻ എന്തോന്ന് ചേട്ടാ പറയണത്? ആ ചേച്ചി എന്റെ വാക്ക് കേട്ടിട്ട് 1 ലക്ഷം രൂപ എടുത്ത് ആ സ്ഥാപനം മേടിച്ച്, എന്നിട്ട് അതിനെ എന്റെ പാർട്ട്ണർ ആക്കി. 5 പൈസ പോലും എന്റെ മേടിച്ചില്ല. അവരെ കണ്ടറിയാം, നല്ല മനസ്സുള്ള സ്ത്രീയാണ്. ഇനി ഇതിന്റെ ഇടയ്ക്ക് അവരുടെ അടുത്ത് ഒരു ഫോൺ കൂടെ മേടിച്ചു തരാൻ പറഞ്ഞ അത് മോശം. നീ സിദ്ധുളിയെ വിളിച്ചിട്ട് അല്ല, വിളിച്ചിട്ട് എന്നാ വരണെന്ന് ചോദിക്കും. അല്ല, ഞാൻ കൊറേ നാളെ വിളിച്ചേ, എപ്പഴാ വരണമെന്ന് അറിയാലോ. ഓ, എനിക്കാരും ഇവിടെ ഫോണും കീണും ഒന്നും മേടിച്ച് തരണ്ടായേ. അല്ലെങ്കിൽ ഒറ്റക്കിടന്ന് കഷ്ടപ്പെടാനാണല്ലോ നമ്മുടെ വിധി. ഈ കൊച്ചിനെയും കൂടെ അവൻ ആ സെന്ററിൽ കൊണ്ടുപോയിട്ട് മിഠായി മേടിച്ചു കൊടുത്ത് ചാക്കിട്ട് കൊണ്ടുവന്നേക്കുവാട്ടാ. സംഭവം തന്നെ. നിർത്തേട്ടാ, ഒരുത്തര ഭർത്താവാണെങ്കിൽ ദുബായിലെ ഷേക്ക്, ഒരുത്തരാണെങ്കിൽ വലിയ കമ്പനിയുടെ ഓഫീസർ. എടാ, നീയൊക്കെ വിചാരിച്ച അവനൊരു ഫോൺ വിളിച്ചു കൊടുക്കാൻ പറ്റൂലേ? എന്തിനു കൊച്ചാക്കണ? അവന്റെ വാലി കെട്ടിയ യോഗ്യത നിനക്ക് കൊണ്ടുപോടാ. അവന്റെ അച്ഛനാണെങ്കിൽ മഹാനായ എഞ്ചിനീയറിന്റെ കഴിവറ്റ സൂപ്പർവൈസർ. ആ സൂപ്പർവൈസർ വിചാരിച്ച ഒരു ഫോൺ മേടിച്ചു കൊടുക്കാൻ പറ്റൂല ചേട്ടാ. നിസ്സാരം. നീ എന്തോന്ന് സംസാരിക്കണത്? നീ ആരെ പറ്റി സംസാരിക്കണേ? ഒരുപാട് വർഷം ഈ നെഞ്ചി കിടത്തി ഉറക്കിയ കേട്ടാ. ഇതിനെ പറയാൻ പാടില്ല. പ്രത്യേകിച്ച് നീ പറയാൻ പാടില്ല. അച്ഛന്റെ അവസാന തടവ്. ഞാൻ ഒരു കാര്യം പറയട്ടെ? പറ. നീ തന്നെ ഒരു ഫോൺ അങ്ങ് വാങ്ങിച്ചു കൊടുക്കും.